തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. കഥകളുടെ സുൽത്താന് വ്യത്യസ്ത രീതിയിൽ ആദരമൊരുക്കി പാനൂരിലെ ചിത്രകാരൻ ജനശ്രദ്ധ നേടി. പാനൂരിനടുത്ത് കിഴക്കേ ചമ്പാട് സ്വദേശി പവി കൊയ്യോടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയെ ആസ്പദമാക്കി ബഷീറിന്റെ 30ാം ചരമവാർഷിക ദിനത്തിൽ ആദരമൊരുക്കിയത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയെ ആസ്പദമാക്കി ജീവജാലങ്ങളെ മാത്രം ഉപയോഗിച്ച് ബഷീറിന്റെ മുഖചിത്രം വരഞ്ഞാണ് പവി കൊയ്യോട് ബേപ്പൂർ സുൽത്താൻ ആദരം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ഇങ്ക് പേന ഉപയോഗിച്ചാണ് ചിത്രം വരച്ചത്. വാട്ടർ കളർ ഉപയോഗിച്ച് ചിത്രങ്ങളുടെ പെയിന്റിംഗും ചെയ്തു. 4 ദിവസത്തോളം എടുത്താണ് ചിത്രം പൂർത്തീകരിച്ചത്. ഇതിൽ മുഖത്തിന്റെ ഓരോ ഭാഗങ്ങളുടെയും ലൈറ്റ് ആൻഡ് ഷെയ്ഡിംഗ്, കണ്ണ്, ചുണ്ട്, മീശ, മൂക്ക് തുടങ്ങിയ ഭാഗങ്ങൾക്ക് അനുയോജ്യമായ ജീവജാലങ്ങളെ കണ്ടെത്തി ചേർത്ത് വെക്കുക എന്നതും ഒരേ സമയം മുഖത്തിന്റെ രൂപസാദൃശ്യം നഷ്ടപ്പെടാതെയും ജീവജാലങ്ങളുടെ രൂപം തിരിച്ചറിയുകയും വേണം എന്നതുമായിരുന്നു രചനയിലെ ഒരു വെല്ലുവിളിയെന്ന് ചിത്രകാരൻ പറയുന്നു. പക്ഷേ അത് നൈറ്റ് മുഴുവൻ അധികവും എടുത്തിട്ടുണ്ട്. സ്കെച്ച് ചെയ്യാനും ഒരേ സമയം സ്കെച്ച് ചെയ്യണം, പിന്നെ പോർട്രേറ്റിൽ നിന്ന് വിട്ടുപോകരുത് എന്നുള്ളൊരു ഇതുണ്ട്. ഈ ബഷീറിൻ്റെ ഒരു പോർട്രേറ്റ് മുഖം രൂപസാദൃശ്യം നഷ്ടപ്പെടാതെയും ഒരേ സമയം ഇത് മൃഗങ്ങളെയും പ്രാണികളെയും ജീവികളെയും ഉണ്ടാകുകയും ചെയ്യണം. അങ്ങനെ ഒരു ഈ മൂക്കെല്ലാം ഒരു കാളയുടെ രൂപമാണ്, കാള തിരിച്ചു വെച്ചതാണ്. പിന്നെ അപ്പോൾ അതിനങ്ങനെ ഒരു കണ്ടെത്തലിന് കുറച്ച് സമയം എടുത്തു. ഈ മീശ രോമങ്ങളെല്ലാം ചെറു പ്രാണികൾ, പിന്നെ നെറ്റിത്തടം, ആനയുടെ കൊമ്പ്, അങ്ങനെയെല്ലാം ഒരു ഏഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആനയും കുതിരയും സിംഹവും മീനുകളും വണ്ടുകളും ഉൾപ്പെടെ ഭൂമിയിലെ അവകാശികളായ ജീവജാലങ്ങൾ എല്ലാം ചിത്രത്തിലുണ്ട്. ഓരോ ജീവജാലങ്ങളെയും കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലാണ് ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. പവി കൊയ്യോടിന്റെ ചിത്രകലാ കുടുംബവും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു.